കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ അവതരിപ്പിക്കുന്ന കുറ്റവിചാരണ സദസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ശവപ്പെട്ടികളും സംഭാവന ചെയ്തതാണ്. ഒരു വിരല് മാത്രം അടക്കിയതിനും 75,000 രൂപ. അമേരിക്കയിലെ ഇരുമ്പ് കസേര പോലുണ്ട്. ഓർഡർ ഓർഡർ. കേസ് നമ്പർ 25/2000. നമസ്കാരം. കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ നീതി നിഷേധത്തിൻ്റെ 100 ദിനങ്ങൾ എന്ന വിഷയത്തിൽ ഇപ്പോൾ ഒരു പ്രതീകാത്മക കുറ്റവിചാരണ ഇപ്പോൾ നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളെയും അന്തമില്ലാത്ത ദുരിതാഴങ്ങളിലേക്ക് തള്ളി വീഴ്ത്തിയ ദുർഭരണത്തെ വിചാരണ ചെയ്യുവാൻ 100 കണക്കിന് കുറ്റങ്ങളുണ്ട്. 100,000 വഞ്ചനയുടെ ഏടുകളുണ്ട്. 1000 കാരണങ്ങളുമുണ്ട്. ആരോപണങ്ങളുടെ ആഴിയിൽ നിന്നും കടഞ്ഞെടുത്ത കേവലം 100 കുറ്റങ്ങൾ മാത്രം ഈ ദുർഭരണത്തിന്മേൽ പ്രതീകാത്മകമായി ചാർത്തുന്നു. കേരളത്തെ വികസനത്തിന്റെ കൊടുമുടിയിൽ നിന്നും പതനത്തിന്റെ പാതാളത്തിലേക്ക് നയിച്ച ഇരുണ്ട 100 മാസങ്ങളിലെ കപ്പിത്താൻ കാലം ഞങ്ങൾ കുറ്റവിചാരണയ്ക്ക് വിധേയമാക്കുന്നു. നിയമപ്രകാരമുള്ള അറിയിപ്പ്. ഈ പ്രതീകാത്മക കുറ്റവിചാരണയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. സമകാലിക സാഹചര്യങ്ങളുമായോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരോടെങ്കിലും സാമ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ്. അത് അനുവാചകർ വച്ചു പുലർത്തുന്ന സാമൂഹിക ബോധത്തിന്റെ അളവുകോൽ കൂടിയാണ്. കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ അവതരിപ്പിക്കുന്ന കുറ്റവിചാരണ സദസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിവാസികളെ, പ്രവാസികളെ, ഉണർന്ന് പ്രവർത്തിക്കുക. നിങ്ങൾ പ്രതികരിക്കേണ്ട സമയം സമാഗതമായി. എല്ലായിടത്തും നീതി നിഷേധങ്ങളാണ്. 8 വർഷം മുമ്പ് തുടങ്ങിയ നീതികേടിന് ഇന്നും മറുതിയായിട്ടില്ല. നാട്ടിലെമ്പാടും ഉയരുന്നത് നിസ്സഹായതയുടെ നിലവിളികളാണ്. ഇവിടെ ക്ഷേമ പെൻഷൻ കൃത്യമായി കിട്ടുന്നില്ല. സപ്ലൈകോയിൽ സാധനങ്ങളില്ല. ജനങ്ങൾക്ക് സ്വൈരമായി ജീവിക്കാൻ കഴിയുന്നില്ല. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ പൊതുജനം നട്ടം തിരിയുന്നു. ഇതിനുത്തരവാദിയായ നാടുവാഴിയെ വിചാരണ ചെയ്യാൻ നാം തയ്യാറാകണ്ടേ? നമ്മുടെ കപ്പിത്താൻ എടുത്തു മാറ്റ്. ആ വണ്ടി അങ്ങോട്ട് മാറ്റിയിട്. കറുപ്പ് കണ്ട മൊത്തം കലിപ്പാണ്. നീ എന്തിനാണ് അവിടെ നിൽക്കുന്ന? മാറി നിൽക്ക് കറുപ്പ്. സാറേ, ഞാൻ കറുപ്പായി പോയത് എന്റെ നിറമകരായതുകൊണ്ടാ. നീ പോയി വൈറ്റ് ആയിട്ട് അടിച്ചിട്ട് വേടാ. നീ ഇവിടെ നിന്നാ പറ്റത്തില്ല. കാക്ക കറുപ്പാണെങ്കിൽ പോലും ഞാൻ ഓട്ടിക്കും. കാക്കയെ മാറി നിൽക്ക്. കാക്കയെ ജീവൻ വേണമെങ്കിൽ പോകാക്കെ. എന്ത് കഷ്ടമാണ്. രാജാതിരാജൻ വരുന്നു. വലിയ കാറിലും കോളിലും ആടി ഉലയാത്ത കപ്പലിന്റെ വലിയ കപ്പിത്താൻ വരുന്നേ. അമേരിക്കയിലെ ഇരുമ്പ് കസേര പോലുണ്ട്. ഓർഡർ ഓർഡർ. കേസ് നമ്പർ 25/2016. വിചാരണ നടപടികൾ ആരംഭിക്കാം. എവിടെ വക്കീൽ? എവിടെ? അങ്ങ് ഡൽഹിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. എന്താ വക്കീലില്ലേ? വിചാരണ വീണ്ടും മാറ്റണോ? അമ്മാതിരിച്ചിരിയൊന്നും ഇങ്ങോട്ട് വേണ്ട. ഉയർത്തിപ്പിടിച്ച വടിവാൾക്കിടയിലൂടെ ഊരിപ്പിടിച്ച കത്തിയുമായി നടന്ന അന്നെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കുന്നു. ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിച്ചിട്ടില്ല. വക്കീല് വേണ്ട. ബാധിക്കാൻ എനക്കറിയാം. സാറേ, ഖജനാവിൽ നിന്നും കോടികൾ വീസനത്തിൽ കൈപ്പറ്റിയിട്ട് ഇമാതിരി പണി എന്നോട് വേണ്ട. സാറേ, കേരയില്ലാത്ത കുറവ് കോടതി അറിയട്ടെ. അതൊന്നും ഇവിടെ പറയണ്ട. അതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾക്കറിയാം. ഓർഡർ ഓർഡർ. 2016 മെയ് 25 അധികാരമേറ്റ ഈ നാടുവാഴി
കഴിഞ്ഞ 100 മാസത്തിനുള്ളിൽ കേരളത്തെ മുക്കറ്റം കടത്തിലാഴ്ത്തി. സാമ്പത്തിക പ്രതിസന്ധി അതിന്റെ പാരമ്യത്തിലാണ്. നിത്യനിദാന ചെലവിന് പോലും കടമെടുക്കേണ്ട അവസ്ഥയിലാണ് സാർ. ഒബ്ജക്ഷൻ യുവർ ഓണർ. 8 വർഷത്തെ ഭരണത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ ഇവരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം നാടകങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. കടം വാങ്ങുന്നതിന് കുറ്റം പറയാനെന്തിരിക്കുന്നു? ചെലവ് നടത്താൻ കടം വാങ്ങണ്ടേ? അങ്ങനെയല്ല യുവർ ഓണർ. കേരളത്തിന്റെ ഇപ്പോഴത്തെ പൊതുകടം 4,54,000 കോടി രൂപയാണ്. ഇനി കടം പോലും കിട്ടാനില്ലാത്ത അവസ്ഥയിലാണ് കേരളം. ഒബ്ജക്ഷൻ യുവർ ഓണർ. എല്ലാത്തിനും ഉത്തരവാദിത്തം ഉമ്മൻചാണ്ടി സർക്കാരിനാണ്. കാലിയായ ഖജനാവാണ് കൈമാറി കിട്ടിയത്. അതിന്റെ ബുദ്ധിമുട്ട് ഇനിയും മാറിയിട്ടില്ല. യുവർ ഓണർ, വസ്തുതാവിരുദ്ധ പരാമർശങ്ങളാണ് പ്രതിഭാഗം നടത്തുന്നത്. റിസർവ് ബാങ്കിന്റെ കണക്ക് പ്രകാരം 2016 മാർച്ച് 31-ന് 1643 കോടി രൂപ മിച്ചമായിരുന്നു സാർ. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുന്ന കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി മൂലം പെൻഷൻ വിതരണവും ശമ്പള വിതരണവും മുടങ്ങിയിട്ടില്ല. സർക്കാർ ട്രഷറിയുടെ പ്രവർത്തനങ്ങൾ സുഗമമായിരുന്നു സാർ. ഒരു നിയന്ത്രണവും അന്ന് ഏർപ്പെടുത്തിയിട്ടില്ല. 2016 മേയിൽ സംസ്ഥാന സർക്കാരിന്റെ ആദ്യപാദ വായ്പാ പരിധിയായ 4300 കോടി രൂപയിൽ 1000 കോടി രൂപ മാത്രമാണ് സാർ സർക്കാർ അന്നുവരെ വിനിയോഗിച്ചത്. റിസർവ് ബാങ്ക് അനുവദിച്ച വെയ്സ് ആൻഡ് മീൻസ് പരിധിയുടെ പകുതി പോലും ആ മാസം വരെ ഉപയോഗിച്ചിട്ടില്ല സാർ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. താങ്ക് യു സാർ. 2016 കേരളത്തിന്റെ സർവകാല പൊതുക്കടം 1,57,000 കോടി രൂപയായിരുന്നു. 60 വർഷം കൊണ്ട് എല്ലാ സർക്കാരുകളും കൂടി വരുത്തി വെച്ച കടത്തിന്റെ 2.5 ഇരട്ടിയാണ് ഇപ്പോൾ. മാത്രവുമല്ല, മലയാളിയുടെ ആളോഹരി കടം 5 വർഷം കൊണ്ട് ഇരട്ടി കഴിഞ്ഞു സാർ. 2016 46,078 രൂപയായിരുന്നത് ഭരണം 1-ാം വട്ടം പൂർത്തിയാക്കുമ്പോൾ തന്നെ 1,05,000 രൂപയായി. ഇനി പറയൂ സാർ, പെട്ടുകിടക്കുന്ന കേരളത്തിൽ എങ്ങനെ വീണ്ടും കടമെടുക്കണമെന്ന ഗവേഷണത്തിലല്ലേ ഈ ദുർഭരണം? നിങ്ങൾ എങ്ങോട്ടാണ് ഈ കേരളത്തെ കൊണ്ടുപോകുന്നത്? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ ഭരണത്തിൽ സാമ്പത്തിക വളർച്ച എക്കാലത്തെയും ഉയർന്ന തലത്തിലാണ്. യുവർ ഓണർ, കണക്കുകളുടെ താരതമ്യം സത്യം പറയും സാർ. UDF ഭരണത്തിൽ കടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അനുപാതം 29.1% LDF ഭരണത്തിൽ അത് 40%. റവന്യൂ കമ്പി 2015-16 9,657 കോടി, 2022-23 22,968 കോടിയായി. ധനകമ്മി 2015-16 17,818 കോടി, 2022-23 39,116.62 കോടിയിലെത്തി. ധനകമ്മി GSDP അനുപാതം 3.17% നിന്നും 4.17% ഉയർന്നു. ഇതാണ് വളർച്ച സാർ, രോഗഗ്രസ്തമായ വളർച്ച. LDF ഭരണത്തിലെ കെടുകാര്യസ്ഥിതിയും ധൂർത്തും ധനദുർവിനിയോഗവുമാണ് സാർ കേരളത്തെ ഇത്ര ഗുരുതരമായ സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചത്. എല്ലാ ശവപ്പെട്ടികളും സംഭാവന ചെയ്തതാണ്. ഒരു വിരല് മാത്രം അടക്കിയതിനും 75,000 രൂപ. നാട്ടിൽ ആളുകൾക്ക് ആർക്കെങ്കിലും രക്ഷയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഹേമ കമ്മീഷൻ വന്നു, 4.5 വർഷം അടയിരുന്നു. എന്താ ഹേമ എന്ന ജസ്റ്റിസ് ഹേമ പറഞ്ഞത്? കേരളത്തിലെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനാവശ്യമായി അപകടപ്പെടുത്തപ്പെടുന്നു, അവരെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, ദുരുപയോഗം ചെയ്യുന്നു എന്നാണ്. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു കാണിക്കാൻ കേരള ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു. എന്തായാലും LDF ഭരണത്തിൽ ഏറിയത് മുതൽ നമ്മുടെ പൊതുജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു പ്രതീകാത്മക കുറ്റവിചാരണയാണ് നിലവിലിപ്പോൾ നടന്നിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.